ഇതുപോലുള്ളൊരു സമ്മേളനം നടത്താൻ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ 100ാം വാർഷികത്തിൻ്റെ സ്ഥലം എവിടെയെന്നുള്ളത് ഇനിയും നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കടലിലൊക്കെ മുസലിട്ട് നിൽക്കേച്ചു എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കടലിൽ മുസലിട്ട് വന്നു എന്ന് പറഞ്ഞ പോലെ കടലിലേക്ക് ഇറങ്ങേണ്ടി വരും നമ്മളെ സമ്മേളനം നടത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ദീൻ്റെ ഷിആറുകളെ തഅലീമ് ചെയ്യുക, അത് ഒരു മനുഷ്യൻ്റെ തഖ്വ അളക്കപ്പെടാൻ പറ്റിയതായ അതിൻ്റെ ഒരു മാനദണ്ഡമാണ്. അപ്പോൾ ഹൃദയത്തിൽ എത്രമാത്രം തഖ്വ ഉണ്ട് എന്ന് അളക്കപ്പെടാൻ പറ്റുന്ന ഒന്നാണ്. ദീൻ്റെ ഷിആറുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഷിആർ തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന ഈ പ്രസ്ഥാനത്തിനോടുള്ള നിഷ്കളങ്കമാവുന്നതായ അതിനോടുള്ളൊരു ആദരവ്, ബഹുമാനമാണ്. വലിയ പ്രചരണമൊന്നുമില്ലാതെ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് നമ്മൾ തീരുമാനിക്കപ്പെട്ടപ്പോൾ ഈ കാണുന്ന ജനലക്ഷങ്ങൾ ഇവിടെ എത്തിച്ചേരാനുള്ള കാരണം. അപ്പം നിങ്ങളൊക്കെ ഹൃദയത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വലിയൊരു സ്ഥാനമുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നിങ്ങൾ ബഹുമാനിക്കുന്നവരാണ്. അതിൻ്റെ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, അതിൻ്റെ പണ്ഡിതന്മാർ, അതിൻ്റെ ഉമറാവ്, അതിനു വേണ്ടി പ്രവർത്തിക്കുന്നതായ അതിൻ്റെ നായകന്മാർ, ഇവരോടൊക്കെയുള്ള ആ മഹബത്ത്, ആ ആദരവിൻ്റെ ഒരു പ്രകടനമാണ് ഇന്ന് നിങ്ങൾക്കിവിടെ നടത്തിയിട്ടുള്ളത്. എല്ലാവരും വലിയ പ്രചരണമൊന്നും ഇല്ലാതെ ഇവിടെ എത്തിച്ചേർന്നു. സമസ്ത കേരള എത്ര സാഹസം സഹിച്ചിട്ടാണ് നിങ്ങളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ ഈ ബാംഗ്ലൂരിലുള്ള നമ്മളെ സുഹൃത്തുക്കൾ, അത് കേരളക്കാരാകുന്ന സുഹൃത്തുക്കളുണ്ട്, ഈ കർണാടകയിലുള്ള സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ ആവേശം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കൊരു സമ്മാനം എന്നുള്ള നിലക്ക് 100ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഒരു സമ്മേളനം എന്നുള്ള നിലക്ക് ബാംഗ്ലൂർ വെച്ചുകൊണ്ടിട്ട് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടത്തപ്പെടാൻ തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഭൂലോകത്ത് ഇതുപോലുള്ളൊരു സമ്മേളനം നടത്താൻ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ 100ാം വാർഷികത്തിൻ്റെ സ്ഥലം എവിടെയെന്നുള്ളത് ഇനിയും നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കടലിലൊക്കെ മുസലിട്ട് നിൽക്കേച്ചു എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കടലിൽ മുസലിട്ട് വന്നു എന്ന് പറഞ്ഞ പോലെ കടലിലേക്ക് ഇറങ്ങേണ്ടി വരും നമ്മളെ സമ്മേളനം നടത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ശക്തിയാണ് ഇന്നിവിടെ വിളിച്ചു പോകുന്നത്. അത് എവിടെ വെച്ചുകൊണ്ട് നടത്തിയാലും, ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചുകൊണ്ട് നടത്തിയാലും ഞങ്ങളൊക്കെ അതിൽ വന്ന് പങ്കെടുക്കാനും ഞങ്ങളത് വിജയിപ്പിക്കാനും സന്നദ്ധരാണ് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഒരു പ്രകടനമാണ്. അപ്പം അതുകൊണ്ട് ഈ സംഘടനയെ സംബന്ധിച്ച് എല്ലാവരും മനസ്സിലാക്കണം. ഇത് വളരെ അടിസ്ഥാനപരമാവുന്ന ഒരു തത്വങ്ങൾ, അടിസ്ഥാനപരമാവുന്ന ഉന്നതമാവുന്ന മൂല്യങ്ങൾ, അതിന്മേൽ പടുത്തുയർത്തപ്പെട്ടതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇഖ്ലാസ് തന്നെയാണ്. മറ്റൊന്ന് നല്ല നിയ്യത്ത്, മറ്റൊന്ന് സുഹുദ്,